നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 നവംബർ 20, 21, 22 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിക ഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ നവംബർ 20 രാവിലെ 4:14 AM മുതൽ നവംബർ 22 വൈകിട്ട് 4:46 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. അത് വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ടാൽ മതി. അതായത് ദയവ് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ 4 രാശിക്കാർക്ക് ഗുണാധിക്യമുണ്ട്. അപ്പോൾ അത് അവസാനം പറയാം. മറ്റ് രാശിയിൽ 2 രാശിക്കാർക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളുമാണ്. അപ്പോൾ അതാദ്യം പറയാം. പിന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ട് 6 രാശിക്കാർ ഉണ്ട്. അത് മധ്യഭാഗത്ത് പറയാം. എന്തായാലും ആദ്യം ഞങ്ങൾ പറയുന്നത് ധനുരാശി. അല്പം ദോഷാധിക്യമുള്ള രാശിയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാട, ആദ്യ പാദം. ധനുരാശിക്ക് ഈ ദിവസങ്ങളിൽ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, അത് കാണാൻ ശ്രമിക്കുക. അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് 12 ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ അതുകൂടാതെ ശനിയും വ്യാഴവും പ്രതികൂലമാണ്. അപ്പോൾ ഒരു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിസംബർ 5 ശേഷം വ്യാഴം അനുകൂലമായിട്ട് വരികയാണെങ്കിൽ കാര്യങ്ങളെല്ലാം മാറി മറിയും. നിങ്ങൾക്ക് നല്ല കാലം വരും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഇത് 1-2 ദിവസത്തെ കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ ചന്ദ്രന് കൂടി ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ഈ ദിവസങ്ങളിൽ. അതാണ് ഞങ്ങളിത് ഈ വീഡിയോ മറ്റേ പ്രത്യേകം വീഡിയോ ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരായത്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ഇവർക്ക് 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ടെങ്കിലും ഈ 6 ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ മറികടക്കാൻ ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, പാർവതി കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വഴിപാട് നടത്തുക. അപ്പോൾ അത് മാത്രമല്ല, ഇവർ ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ മിക്കവാറും അവിടെ ഗണപതി കാണും, മുരുകൻ കാണും, അയ്യപ്പൻ കാണും, കൂടാതെ സർപ്പപ്രതിഷ്ഠയും കാണും. ചിലയിടങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠയും കാണും. അപ്പോൾ ഇവിടെ എല്ലാം കൂടിയുള്ളൊരു ക്ഷേത്രം തൊട്ടടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ളൊരു ശിവക്ഷേത്രത്തിൽ നമ്മൾ എല്ലാ ദിവസവും ദർശനമെങ്കിലും നടത്തുക. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വഴിപാട് നടത്തുക. അതുപോലെ തന്നെ ശനിയും വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തണം. പിന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. പിന്നെ ഇവർ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക. പിന്നെ തീപ്പൊള്ളൽ ശ്രദ്ധിച്ചോണം.
ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. വാഹനങ്ങളും മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാം, കമ്പ്യൂട്ടർ ഉൾപ്പെടെ മൊബൈലും ഉൾപ്പെടെ എല്ലാം ശ്രദ്ധിച്ചൊക്കെ കൈകാര്യം ചെയ്യുക. പിന്നെ ഉയരങ്ങളിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ വീഴ്ച പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിലെ വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണനും വഴിപാട് നടത്തുക. അപ്പോൾ അങ്ങനെ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം മറികടന്ന് നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. അവർക്ക് അത്യാവശ്യം ധനവരമൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെയും കഴിവതും ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റി വെക്കുക. കഴിവതും വലിയ ഇടപാടുകൾ നടത്താതിരിക്കുക ഈ ദിവസങ്ങളിൽ. ധനുരാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. പിന്നെ ചിങ്ങം രാശി, മകം, പൂര, ഉത്രം, ആദ്യപാദം. ഓക്കെ, ചിങ്ങം രാശിക്കും ഇപ്പോൾ അത്ര നല്ല സമയമല്ല. ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എങ്കിലും കേന്ദ്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് നേട്ടമാണ്. എന്നാൽ തന്നെയും പൊതുവെ ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതിൽ തന്നെ 4 പാപഗ്രഹങ്ങളുമാണ്. ഇപ്പോൾ ഇവരും ശിവക്ഷേത്രത്തിൽ, പാർവതി കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എല്ലാ ദിവസവും ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതം എടുത്ത്, ഇവർക്കിപ്പോൾ ജന്മശനിയാണ്, അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അതൊക്കെ കരുതിയിരിക്കുക. ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അത്യാവശ്യം ഇവർക്ക് കലാസാഹിത്യ രംഗത്തുമൊക്കെ നേട്ടമുണ്ടാവും, ധനപരവും കാണും. എങ്കിലും പൊതുവെ ഇവർക്ക് നല്ല ദിവസങ്ങളല്ല. ഡിസംബർ 5 ശേഷം വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മറിയും. ഇനി ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളുള്ള രാശിക്കാരുടെ കാര്യം പറയാം. ആദ്യം മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. ഇവർക്കും അല്പം പ്രശ്നങ്ങളൊക്കെ ഉള്ള ദിവസം. കാര്യം 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതിൽ 3 പാപഗ്രഹങ്ങളുമാണ്. ഏഴര ശനിയാണ്. ശനിയാഴ്ച വരെ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, തിങ്കളാഴ്ചയും ഞായറാഴ്ചയും ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച അറിയാമല്ലോ, ജന്മശനിയാണ്. അപ്പോൾ നിർബന്ധമായിട്ട് അന്ന് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് അത്യാവശ്യം നേട്ടങ്ങളൊക്കെ ഉണ്ടാവും, സാധാരണ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെയും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഇവർക്ക് സൂര്യൻ, ചൊവ്വ, ബുധൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അനുകൂലമായിട്ട് ചന്ദ്രനും ശനിയും ഉണ്ട്. ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇവർക്ക് ഈ ഡിസംബർ 5 തീയതിക്ക് ശേഷം വ്യാഴം അനുകൂലമായിട്ട് വരുമ്പോൾ കാര്യങ്ങൾ മാറി. ഓക്കെ, എന്തായാലും ഈ ദിവസങ്ങളിൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുണ്ട്. ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ഇവർക്ക് അത്യാവശ്യം നേട്ടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല വാഹനങ്ങളൊക്കെ
ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. തീപ്പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രം എന്ന് നമുക്ക് പറയാം. എങ്കിലും ഈ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ചൊവ്വയും സൂര്യനുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് അതുപോലെ തന്നെ പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പിന്നെ കർക്കിടകം രാശിയെക്കുറിച്ച് പറയാം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് വ്യാഴവും സർപ്പവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വ്യാഴാഴ്ച വഴിപാട് നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുടെ ദിവസവും ദർശനം നടത്തുക. പിന്നെ ഇവർക്ക് അത്യാവശ്യം 6 ഗ്രഹങ്ങളിവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം പറയാം. ശുക്രൻ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. അപ്പോൾ ധനവരവൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെയും അത്ര മികച്ച ദിവസങ്ങളൊന്നുമല്ല കർക്കിടകം രാശിക്ക്. ചിങ്ങം രാശിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി വൃശ്ചികം രാശിയുടെ കാര്യം പറയാം. വൃശ്ചികം എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ ഇവ 3 അനുകൂലമായതുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. എങ്കിലും ഇവർക്ക് 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. സൂര്യൻ, ചൊവ്വ, ബുധൻ. അപ്പോൾ അത് 3ഉം ഇവർക്ക് വൃശ്ചികം രാശിയിൽ തന്നെ നിൽക്കുകയാണ്, ലഗ്നത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളൊന്നും അല്ല, എന്നാൽ തന്നെയും ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം പറയാം. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കണം. അത് എല്ലാവർക്കും ഗുണദോഷ സമ്മിശ്രവും ദോഷാധിക്യവും അത്യധികം ഗുണാധിക്യവും ഉള്ളവരെല്ലാം തന്നെ 12 രാശിക്കാരും തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുന്നത് വളരെയധികം നേട്ടങ്ങളുണ്ടാക്കും. ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും വരത്തില്ലല്ലോ. ഇനി ധനുരാശിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി കുംഭം രാശി. കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പക്ഷേ ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ 4 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ ശനിയും വ്യാഴവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞൊക്കെ ഒരു 3 ഗ്രഹങ്ങളെ ഉള്ളായിരുന്നെങ്കിൽ, പ്രതികൂലമായിട്ട് 3 ഗ്രഹങ്ങളെ ഉള്ളായിരുന്നെങ്കിൽ നമുക്കിത് ഗുണാധിക്യമുള്ള ദിവസമായിട്ട് പറയാറുണ്ട്. എങ്കിലും ഇവിടെ 5 ഗ്രഹങ്ങൾ അനുകൂലമാണ്. എന്നാൽ തന്നെയും ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതിൽ തന്നെ 3 പാപഗ്രഹങ്ങളുമാണ്. വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിൽ പോകുന്നത്, ദർശനം നടത്തുന്നത് ശ്രേയസ്കരമാണ്. തീർച്ചയായിട്ടും ശിവക്ഷേത്രമാകുമ്പോൾ സർപ്പപ്രതിഷ്ഠയും കാണാൻ സാധ്യതയാണ്. അപ്പോൾ സർപ്പ ദൈവങ്ങളെയും വണങ്ങുക എല്ലാ ദിവസവും. പിന്നെ ഇവർക്ക് ചൊവ്വ, ബുധൻ, സൂര്യൻ, ചന്ദ്രൻ ഈ 4 ഗ്രഹങ്ങൾ ഇവരുടെ കർമ്മഭാവത്തിൽ വരികയാണ്, 10ാം ഭാവത്തിൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നേട്ടമാണ്. ഇവർക്ക് കർമ്മമേഖല പുഷ്ടിപ്പെടും. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഈ വൃശ്ചികം, ധനു മാസങ്ങളിൽ, സൂര്യൻ വൃശ്ചികം, ധനു മാസങ്ങളിൽ നമ്മുടെ
കുംഭൻ രാശിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അതുപോലെ തന്നെ പൊതുവെ തൊഴിൽരംഗം അല്പം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും. എങ്കിലും അതുവഴി അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ പിതൃഗുണം, സന്താന നേട്ടം ഒക്കെ പ്രതീക്ഷിക്കാം. പിന്നെ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പൂർവിക സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ ഒക്കെ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഇവർക്ക് ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ സാധ്യത. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇനി മീനം രാശി, പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ജന്മശനിയാണ്. ശിവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് 5ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അപ്പോൾ പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ദാമ്പത്യ ജീവിതം സുഖകരമാവും. പിന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ല ആലോചന ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ധനവരവുണ്ടാവും. ദൈവാധീനമുണ്ട്. പിന്നെ 7ാം ശനിയാണ്, ജന്മശനിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അതുപോലെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനപരമുണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി 4 രാശിക്കാരുണ്ട്. അതിൽ നമുക്ക് നേട്ടങ്ങൾ കൂടുതൽ ഉള്ള 4 രാശിക്കാരാണ്. അതിൽ ഭാഗ്യം ഏറ്റവും കൂടുതലുള്ള രാശിക്കാരുടെ കാര്യം അവസാനം പറയാം. ഇനി 4 രാശികളേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഭാഗ്യം കുറവുള്ള എന്ന് പറഞ്ഞാൽ 4ാം സ്ഥാനക്കാരായ ഈ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ ഗുണാധിക്യമുള്ള അവസ്ഥയിൽ തന്നെ ഭാഗ്യം ഏറ്റവും കൂടുതലുള്ള ആൾക്കാരുടെ കാര്യം അവസാനം. 4ാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശിക്കാരുടെ കാര്യം ഈ അവസാന ലാപ്പിൽ ആദ്യം പറയാം. അത് ഇവിടെ 4ാം സ്ഥാനത്തിനും 3ാം സ്ഥാനത്തിനും വേണ്ടി 2 രാശിക്കാർ കിടന്ന് വഴക്കിടുകയാണ്. അപ്പോൾ കാര്യം എനിക്കും കൺഫ്യൂഷനാണ്, ഏത് രാശിക്ക് 4ാം സ്ഥാനം കൊടുക്കണം 3ാം സ്ഥാനം കൊടുക്കണം എന്നുള്ളത്. എന്തായാലും 2 പേരുടെയും കാര്യം ഒരുമിച്ച് അങ്ങ് പറയാം. ഈ പറഞ്ഞ 3ാം സ്ഥാനത്തിനും 4ാം സ്ഥാനത്തിനും കിടന്ന് വഴക്ക് കൂടുന്ന 2 രാശിക്കാരുടെ കാര്യം ഒരുമിച്ച് അങ്ങ് പറയാം. തുലാം, മകരം. ഓക്കെ. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്കും മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ട ആദ്യ 2 പാദം. തുലാം മകരം രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. തുലാം രാശിക്ക് പക്ഷേ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അതേസമയം മകരം രാശിക്ക് സർപ്പ ദൈവങ്ങളും കേതുവുമൊക്കെ അല്പം മോശമായിട്ട് നിൽക്കുകയാണ്. 2 രാശിക്കും 6 ഗ്രഹങ്ങൾ വീതം അനുകൂലമാണ്. അതേസമയം തുലാം രാശിക്ക് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല ഡയറക്റ്റായിട്ട്.
മകരം രാശിക്ക് പക്ഷേ ഡയറക്റ്റായിട്ട് ശിഖി കേതു അഷ്ടമത്തിൽ നിൽക്കുന്നു. അത് മോശമാണ്. എങ്കിലും ഇവർക്ക് തുലാം രാശിക്ക് ശനി അനുകൂലമാണ്. ഈ മകരം രാശിക്കും ശനി അനുകൂലമാണ്. പക്ഷേ മകരം രാശിക്ക് വ്യാഴം കൂടി അനുകൂലമാണ്. തുലാം രാശിക്ക് വ്യാഴം പ്രതികൂലമല്ലെന്നേ ഉള്ളൂ. എങ്കിലും കർമ്മ മേഖല ഇവർക്ക് നേട്ടങ്ങൾ കൊണ്ടുവന്ന് തരും. അതുമാത്രമല്ല, ശനി അനുകൂലമാണ്. നിരവധി കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽഡായിട്ട് ഞാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇവർക്ക് ധനവരവ് പരമാവധി വരുന്ന ദിവസങ്ങളാണ്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന അതായത് മകരം രാശിക്കാരും തുലാം രാശിക്കാരും ഈ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. അതുപോലെ തുലാം രാശിക്ക് ഈ രണ്ട് രാശിക്കാർക്കും മകരം തുലാം രാശിക്കാർക്ക് ഈ ശനി അനുകൂലമായതുകൊണ്ട് സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും. പിന്നെ തുലാം രാശിക്കാർക്ക് ചൊവ്വ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. അതേസമയം മകരം രാശിക്ക് ചൊവ്വ അനുകൂലമാണ്. അതും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഒത്തുകൂടിയേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മകരം രാശിക്ക് കൂടുതൽ നേട്ടങ്ങൾ വരുമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവരുടെ തുലാം രാശിക്കാരുടെ 2ാം ഭാവത്തിലാണ് 4 ഗ്രഹങ്ങൾ ഒത്തുകൂടിയേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മകരം രാശിക്ക് 3ാം സ്ഥാനം കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അവർക്ക് സൂര്യനും അനുകൂലമാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ ഇവയെല്ലാം കൂടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വന്നേക്കുകയാണ്. ഇവരെക്കുറിച്ച് പ്രത്യേകം വീഡിയോ ചെയ്യേണ്ടതാണ്. കാര്യം അത്രയും നേട്ടങ്ങൾ ഇവർക്ക് വരുന്ന ദിവസങ്ങളാണ്. എനിവേ, സംഭവം ഇവർക്ക് തുലാം രാശിക്കാർക്കും മകരം രാശിക്കാർക്കും കാര്യമായ ഈ ദോഷ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ഇൻഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങളുണ്ട് താനും. അപ്പോൾ ഈ തുലാം മകരം രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യം ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. നിരവധി നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. അപ്പോൾ ഇനി നമുക്ക് 2ാം സ്ഥാനക്കാരായ രാശിക്കാരെ പിടിക്കാം. അത് കന്നിരാശിയാണ്. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ഇവർക്ക് ശനി ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവനും അയ്യപ്പനും ശനിക്ക് വഴിപാട് നടത്തുക. കന്യാരാശിക്ക് നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്ര, അതാണ് പറയുന്നത്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം, ശുക്രൻ ധനസ്ഥാനത്ത്. അപ്പോൾ നേട്ടങ്ങളാണ്. അതായത് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ദൈവാധീനം. പിന്നെ ഇവർക്ക് സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ ഈ വൃശ്ചിക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, അതുപോലെ തന്നെ ചൊവ്വയും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ പൈതൃക സ്വത്ത്, പിതൃസ്വത്ത് ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നേരത്തെ കിട്ടിയവർ അവർക്ക് ഈ എന്താ പറയുക, നമ്മുടെ കൃഷി, റിയൽ എസ്റ്റേറ്റ് വഴി പൈതൃക സ്വത്തിൽ നിന്ന് ഇവർക്ക് ആദായം കൂടും. തീർച്ചയായിട്ടും നിയമപരമായ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. തൊഴിൽ നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവത്തിൽ വരും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പിന്നെ ഭാഗ്യലബ്ധി, അതായത്
ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. നവംബർ 22-ാം തീയതി ഇല്ല പൂജാ ബമ്പർ ഒരു നറുക്കെടുപ്പുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഇവർക്ക് സാധ്യത ഞങ്ങൾ 2-ാം സ്ഥാനം കൊടുക്കുകയാണ്. പ്രത്യേകം വീഡിയോ ചെയ്തിരുന്നു പൂജാ ബമ്പറിനെ കുറിച്ച്. അതിനകത്ത് കന്യരാശിക്ക് 2-ാം സ്ഥാനം ഞങ്ങൾ നൽകിയിരുന്നു. ഇനി ഈ 1-ാം സ്ഥാനക്കാരാണ്, അത് മിഥുനം രാശിയാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർതം ആദ്യം 3 പാദം. ഇവരെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ മാത്രമല്ല 24 വരെ, നവംബർ 20 തൊട്ട് 24 വരെ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. ശനി മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. പിന്നെ ഇപ്പോൾ ഈ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകരുതെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് എല്ലാ ദിവസവും ഈ ഭാഗ്യം തന്നെ നമുക്ക് കരഗതമാവാൻ, ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ശിവക്ഷേത്രം, അതായത് പാർവതി കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വഴിപാടും ഒക്കെ നടത്തുക. ഇവർക്ക് നിരത്തിപ്പിടിച്ച് 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇവരെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിരുന്നു, അത് ദയവായി കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇവർക്കെല്ലാം കിട്ടുന്ന ദിവസങ്ങളാണ്. നവംബർ 22-ാം തീയതി ഇവർക്കാണ് 1-ാം ഈ എന്താ പറയുക സാധ്യത. നവംബർ 22-ാം തീയതി പൂജാ ബമ്പർ അടിക്കാനുള്ള സാധ്യത മിഥുനം രാശിക്കാണെന്ന് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് കൂടാതെ ഈ ദിവസങ്ങളിൽ വീഡിയോ പ്രത്യേകം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതും കാണാൻ ശ്രമിക്കുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാകും. തൊഴിൽ നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ഒക്കെ. പിന്നെ പിതൃസ്വത്ത് ലഭിക്കാം, അതുവഴി നേട്ടം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ, പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, വീട്, വാഹനം, ഇതെല്ലാം കരഗതമാവുന്ന നല്ല ദിവസങ്ങളാണ് ഇവർക്ക്, മിഥുനം രാശിക്കാർക്ക്. പൊതുവെ മിഥുനം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. കോടികൾ വന്ന് ചേരുമെന്നാണ് ഞാൻ മറ്റേ വീഡിയോയിൽ ടൈറ്റിലിട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. പക്ഷേ ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കാതെ ഇതൊന്നും നടക്കത്തില്ല. ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം. 20, 21, 22 തീയതികളിൽ രാവിലെ 4:53 AM മുതൽ രാവിലെ 5:41 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 20, 21, 22 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 20, 21 തീയതികളിൽ രാവിലെ 11:49 AM മുതൽ ഉച്ചയ്ക്ക് 12:35 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 20, 21 തീയതികളിൽ 22-ാം തീയതി 11:50 AM മുതൽ 12:35 PM വരെയാണ് 22-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തം പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 20-ാം തീയതി ഉച്ചയ്ക്ക് 1:38 PM മുതൽ ഉച്ചയ്ക്ക് 3:04 PM വരെയാണ് 20-ാം തീയതി രാഹുകാലം. 21-ാം തീയതി രാഹുകാലം രാവിലെ 10:46 AM മുതൽ ഉച്ചയ്ക്ക് 12:12 PM വരെയാണ് 21-ാം തീയതി രാഹുകാലം. 22-ാം തീയതി രാഹുകാലം രാവിലെ 9:21 AM മുതൽ രാവിലെ 10:47 AM വരെയാണ് 22-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ 20-11-2025 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 9, 8, 1, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 21-11-2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 2, 1, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി പൂജാ ബമ്പർ നറുക്കെടുക്കുന്ന ദിവസം
22/11/2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 2, 9, 8, 1, 5 ഇവയൊക്കെ ഭാഗ്യസംഖ്യകളാവും. അപ്പോൾ പൂജ നവംബറിനെ കുറിച്ച് പ്രത്യേക ഒരു വീഡിയോ ചെയ്തിരുന്നു, അതെല്ലാവരും കാണാൻ ശ്രമിക്കാം. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 20-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 21-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് വെള്ള, 22-ാം തീയതി ശനിയാഴ്ച നീല അല്ലെങ്കിൽ കറുപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത നേട്ടങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.